അയലക്കാട് ചിറക്കൽ കായലോര പാർക്കിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മാർച്ച് മാസത്തോടെ പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കും. അയലക്കാട് പ്രദേശത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ശക്തി പകരുന്ന പാർക്കാണ് ചിറക്കൽ കായലോരത്ത് ചേർന്ന് നിർമ്മാണം പുരോഗമിക്കുന്നത്. അറവു മാലിന്യങ്ങളടക്കം തള്ളി വൃത്തിഹീനമായി കിടന്നിരുന്ന ഈ പ്രദേശം പരിസരവാസികൾക്കും യാത്രക്കാർക്കും ഏറെ ദുരിതം തീർത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അർബൻ മിഷൻ ഫണ്ടിൽ നിന്നും 69 ലക്ഷം, MLA ഫണ്ടിൽ നിന്ന് 15 ലക്ഷവും വകയിരുത്തി കായലോര പാർക്ക് എന്ന പദ്ധതി വിഭാവനം ചെയ്തത്. സർക്കാർ ഏജൻസിയായ വാപ്കോസാണ് പ്രവൃത്തികൾ നടത്തുന്നത്. ഒരു മാസത്തിനുള്ളിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കി മാർച്ച് മാസത്തോടെ നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അധികൃതർ. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇത് ഹാപ്പിനെസ് പാർക്കാക്കി മാറ്റാനാണ് പഞ്ചായത്ത് തീരുമാനം. പ്രകൃതി ഭംഗികൾ ആസ്വദിച്ച് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള വിനോദോപാധികൾ പാർക്കിൽ സജ്ജീകരിക്കുമെന്ന് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ പറഞ്ഞു. ബഹുമാനനായ നമ്മുടെ തവനൂർ MLA ഡോക്ടർ KT ജലീൽ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് 2018-19 വർഷത്തിലാണ് എടപ്പാൾ ഗ്രാമപഞ്ചായത്തും പട്ടംകുളം ഗ്രാമപഞ്ചായത്തും ഒരു ക്ലസ്റ്ററാക്കിക്കൊണ്ട് അർബൻ ഫണ്ട്, ശ്യാം പ്രസാദ് മുഖർജി അർബൻ മിഷൻ ഫണ്ട് ഈ ക്ലസ്റ്ററിലേക്ക് കൊണ്ടുവരുന്നത്. അതിലുൾപ്പെടുത്തി എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന കായലോര പാർക്കാണ് അയലക്കാട് ഐനിച്ചിറയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാപ്കോസ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഏജൻസിയാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. വളരെ വൈകിയാണ് ആ പദ്ധതി ആരംഭിച്ചതും ഇപ്പോൾ പൂർത്തീകരിക്കുന്ന. NCV ന്യൂസ് എടപ്പാൾ. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.